ഭഗവാൻ കൃഷ്ണനീന്ന് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം നമ്മുടെ ഇമോഷൻസുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നുള്ളതാണ്. ചിന്തിക്കണം സജ്ജനങ്ങളെ. വളരെ നമുക്കെല്ലാം തന്നെ അറിയാം, നമ്മളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നതായിരിക്കുന്ന പല പല വിഷയങ്ങളുണ്ട്. ചിലപ്പം അത് നമ്മളെ വൈകാരികമായി തളർത്തുന്നതാവാം, നമ്മളെ സാമ്പത്തികമായി തളർത്തുന്നതാവാം, എന്തു തന്നെ ആവട്ടെ. ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ നമ്മളെല്ലാം മരിച്ചു പോകും, അല്ലേ? മാത്രമല്ല, മരിക്കുമെന്ന് അറിഞ്ഞിട്ടും അതിസുന്ദരമായിട്ട് ജീവിക്കുന്ന നമ്മളല്ലേ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്ന് പറയുക. അപ്പോ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമാണ്. നമുക്ക് ദേഷ്യം അമിതമായി വരിക, നമുക്ക് പലപ്പോഴും നമുക്ക് താങ്ങാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട് വരിക. ശ്രീമദ് ഭാഗവതത്തില് നല്ലൊരു ചോദ്യം തന്നെയുണ്ട്. ആരാണ് ദരിദ്രൻ എന്നൊരു ചോദ്യം ഉദ്ധവർ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ മറുപടി പറയുന്നത്, സമഭാവത്തോടുകൂടി ജീവിതത്തെ കാണാത്തവൻ, സുഖത്തിനെയും ദുഃഖത്തിനെയും സമമായി കാണാത്തവൻ ആരോ അവനാണ് ദരിദ്രൻ എന്നാണ്. ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം, ഓ കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പറയാൻ. സുഖം എന്ന് ആർക്കും പറയാൻ പോലും ഇപ്പൊ അറിയുമോന്നറിയില്ല. പലർക്കും മടിയാണത് പറയാൻ, അല്ലെ? ചിലർക്കൊരു പേടി, അവരെന്നെ കുറിച്ച് എന്ത് കരുതും, അവരെനിക്കെതിരെ വല്ലതും ചെയ്യുമോ? ആരും എന്ത് ചെയ്യാൻ, ആരും ഒന്നും ചെയ്യാനില്ല. നമ്മള് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മനസമാധാനം കെടുത്തുന്ന ഒരു കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരാവരുത്. അതെന്ത് തന്നെ ആയാലും നമ്മുടെ മനസമാധാനം പോകുന്ന ഒരു കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതമാവരുത്. നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അപ്പൊ നമ്മുടെ ആ ഇമോഷണൽ റിസാലൻസ് ബ്രേക്ക് ചെയ്യാനായി പുറത്തുനിന്ന് ഒരു ശക്തിക്കും പറ്റില്ല. നമ്മൾ ഒരിക്കലും അതിന് തയ്യാറായി നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അത് ഏവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അമിതമായിട്ട് സന്തോഷിക്കാതെ ഇരിക്കുക, അമിതമായിട്ട് ദുഃഖിക്കാതെ ഇരിക്കുക. മറക്കണ്ട, ഒരിക്കൽ ബീർബലിന്റെ അടുത്ത് അക്ബർ ചോദിച്ചു, അമിതമായി സന്തോഷിക്കുന്നവനും അമിതമായി ദുഃഖിക്കുന്നവനും പെട്ടെന്ന് അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ എന്താണ് ഏറ്റവും നല്ല വാക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ബീർബൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, പുറത്ത് മറുപടി ഇതാണ്, ഈ സമയവും കടന്നു പോകും. അതെ, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവുക. അതായത് ഭഗവാൻ കൃഷ്ണനെ ഇത് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അദ്ദേഹം എപ്പോഴും ശാന്തചിത്തനായിരുന്നു. അദ്ദേഹത്തിന്റെ സമാധാനത്തെ അദ്ദേഹം ഒരിക്കലും കളഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരാളുടെ സമാധാനത്തെ കളയാനും പോയിട്ടില്ല. അദ്ദേഹത്തെ ഓർത്ത് സമാധാനം കളഞ്ഞവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ആരുടെയും സമാധാനം കളയാൻ പോയിട്ടില്ല. അദ്ദേഹം അത് ചെയ്യുകയുമില്ല. കാരണം കൃഷ്ണൻ പ്രേമമാണ്, കൃഷ്ണൻ സ്നേഹമാണ്, കൃഷ്ണൻ സർവസ്വവുമാണ്. ഏവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.